സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ രാഷ്ട്രപതിയുടെ സുരക്ഷാ വീഴ്ചയെപ്പറ്റിയാണ് വീണ്ടും ഇന്ന് സംസാരിക്കുന്നത്. രാഷ്ട്രപതി ഇന്ന് പാലായിൽ പരിപാടി ആയിരുന്നു. അവിടുന്ന് രാഷ്ട്രപതിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ചുമതല 2 DIGമാർക്കും അതിന് താഴെയുള്ള 7 ഓഫീസർമാർക്കും 1500 പോലീസുകാർക്കുമായിരുന്നു. അപ്പോൾ ഇവർ സുരക്ഷ ഒരുക്കേണ്ടടുത്ത് പല അടുത്തായിട്ട് ഇവർ സുരക്ഷ കൊട്ടാരമറ്റം RV ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആദ്യം പോലീസുകാർ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു 3 പേര് സഞ്ചരിക്കുന്ന ഒരു ബൈക്കിൽ 3 പേര് സഞ്ചരിക്കുന്നു. ഇവർ തടയാൻ ശ്രമിച്ചിട്ട് ഈ പിള്ളേരാണെന്നോ വലിയവരാണെന്നോ അറിയത്തില്ല, അവർ നിർത്താതെ അങ്ങ് പോയി. അപ്പോഴത്തേന് അടുത്ത ജംഗ്ഷനിൽ ചെന്നു. അവർ നിർത്താൻ കൊട്ടാരം കടപ്പൂട്ടൂറോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയും ഇവർ തടയാൻ ശ്രമിച്ചു, നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി നടക്കുന്ന സെൻറ്റ് തോമസ് സ്കൂളോ കോളേജോ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അവിടെയും പോലീസുകാർ നിൽപ്പുണ്ട്. അവിടെയും ഇവർ തടയാൻ ശ്രമിച്ച് നിർത്തിയില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ കോട്ടയത്തോട്ട് പോകേണ്ട റൂട്ടിൽ കൂടി ഇവർ പോയി. അപ്പോൾ ഈ പോലീസുകാർ 1500 പോലീസുകാർ, 7 ഓഫീസർമാർ, അതിന് മുമ്പ് 2 DIGമാർ ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ 3 പേര് ഇങ്ങനെ ബൈക്കിൽ പോകുന്നത്. ഒരിടത്തുനിന്ന് പോയി കഴിഞ്ഞാൽ സാധാരണ അവരുടെ കയ്യിൽ നിന്ന് അവർ വിട്ടുപോയെങ്കിൽ അടുത്തിടത്തോട്ട് വിളിച്ചു പറഞ്ഞ് അവരെ തടഞ്ഞു നിർത്താനുള്ള സംവിധാനം പോലും നമ്മുടെ ഈ പോലീസുകാർക്കില്ലയോ? അത്രയ്ക്ക് അല്ലെങ്കിൽ ഈ പോലീസുകാർ രുചിരൊക്കെ കാണണം. പിണറായി വിജയനെതിരായിട്ടോ അല്ലെങ്കിൽ അധികാരികൾക്കെതിരായിട്ടോ സമരം ചെയ്യുന്നവരെ അടിക്കാനും, നമ്മുടെ ഷാഫി പറമ്പലിനെ അടിച്ചു വെക്കണ്ടില്ലേ, പുറകിൽ നിന്ന് വന്ന് അടിക്കാനും, ഈ ക്രിമിനലുകളെ പോലെ പ്രവർത്തിക്കുന്ന ഈ കുട്ടികളെ എന്നിട്ട് അവരുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. KL 06 J6920 അവരുടെ ബൈക്കിൻ്റെ നമ്പർ. ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ വ്യാജമാണോ ഒറിജിനലാണോ എന്ന് ഇവർക്കറിയാവും. ഈ വ്യാജ നമ്പറാണെങ്കിൽ എങ്ങനെ പിടിക്കാൻ നോക്കും? അത്രയ്ക്ക് ഈ പോലീസുകാർ, നമ്മുടെ പോലീസുകാരുടെ സുരക്ഷ ഇത്രയേ ഉള്ളൂ. ഈ പോലീസുകാരെ കൊണ്ട് എന്തോക്കിന് കൊള്ളാം. ഇവരെങ്ങനെ കേരളത്തിൻ്റെ സുരക്ഷ നടത്തും? ഒരു രാഷ്ട്രപതിക്ക് സുരക്ഷ ഒരുക്കാനായിട്ട് 1500 പേരും 7 ജില്ലാ പോലീസ് അധികാരികളും 2 DIGയും നോക്കിയിട്ട് നടന്നില്ല. പിന്നെ എങ്ങനെ സാധാരണക്കാരൻ്റെ സുരക്ഷ ഉറപ്പാക്കും? ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.